നമസ്കാരം. നാടിനും മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും നൽകി കാലങ്ങളായി നിലകൊള്ളുന്ന ക്ഷേത്രം. തലമുറകൾ കൈമാറിയെത്തിയ വിശ്വാസങ്ങളും കഥകളും കൊണ്ട് സമ്പന്നമാണ് മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂരിലെ ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം. പ്രകൃതിയുടെ നടുവിൽ ദേവീദേവന്മാർ പരിലസിക്കുന്ന അതീവ സുന്ദരമായ ഭൂമിയിലെ ഈ ക്ഷേത്രത്തിന് പഴമകളേറെയുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന പച്ചയും വള്ളിപ്പടർപ്പും കാവിന്റെ ഭംഗി കൂട്ടുകയാണ്. കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാൻ പോലും സാധിക്കാത്ത പല പ്രത്യേകതകളും ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രത്തിനുണ്ട്. ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനാവയ്ക്കും പുത്തനത്താണിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം. ഒരുപാട് ചന്ദനമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇവിടം ചന്ദനക്കാവ് എന്നറിയപ്പെടുന്നതെന്നാണ് കരുതുന്നത്. ഏകദേശം 10 ഏക്കറോളം വരുന്ന സ്ഥലത്തായാണ് ഈ കാവുള്ളത്. മലബാറിലെ ഏറ്റവും പ്രധാന കാവുകളിലൊന്നായ ഇവിടം ഒരുപാട് വിശ്വാസങ്ങൾക്കും കഥകൾക്കും പേരുകേട്ടിരുന്നു. ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവിലമ്മയ്ക്കുള്ളത്. ഭഗവതി വാഴുന്ന അതേ പീഠത്തിൽ ശിവശക്തിയായ വനീശനും വാഴുന്നു എന്നാണ് വിശ്വാസം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ചന്ദനക്കാവും എന്താണെന്ന് നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം വിവരിക്കുന്ന നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കുടുംബക്ഷേത്രമാണ് ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം അക്കാലം മുതൽ തന്നെ പേരുകേട്ടതാണ്. ചന്ദനക്കാവിലമ്മ എന്ന പേരിൽ ഉപവസിക്കുന്ന ഇവിടുത്തെ ഭഗവതി മേൽരൂപത്തിന്റെ ഉപവാസ മൂർത്തിയാണ്. പണ്ടുകാലത്ത് വേദാധ്യാപനത്തിന് പേരുകേട്ട ഇവിടെ വെച്ചാണ് മേൽപ്പത്തൂർ വേദാധ്യാപനം നടത്തിയതത്രേ. മാത്രമല്ല, തൻ്റെ ഗുരുവിൽ നിന്നും സ്വീകരിച്ച വാതരോഗം ഭേദമാകുവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കുവാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം താൻ ആരാധിക്കുന്ന ദേവിയെ ഇവിടെ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഇവിടെ ചന്ദനക്കാവ് ഭഗവതി വരുന്നത്. അദ്ദേഹം നിത്യവും ദർശനം നടത്തിയിരുന്ന ക്ഷേത്രമായിരുന്നു ചന്ദനക്കാവ്. 18 മൂർത്തികളാണ് ചന്ദനക്കാവിൽ വാഴുന്നത്. വനത്തിനുള്ളിൽ പത്നി സമേതനായി വാഴുന്ന വനശാസ്താവ്, വള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന കാവിലെ വള്ളിക്കാവിലമ്മ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഉപാസിച്ച ഗണപതി, വിഷ്ണുവിന് മാത്രമായ കോവിൽ, വേട്ടക്കാരൻ, കിഴക്കേ കോവിലിലെ ദേവി തുടങ്ങിയവരാണ് പ്രതിഷ്ഠകൾ. സുബ്രഹ്മണ്യൻ, വേട്ടക്കാരൻ, വിഷ്ണു, കിഴക്കേ കാവിലമ്മ എന്നിവർക്കാണ് ഇവിടെ പ്രത്യേകം ശ്രീകോവിലുള്ളത്.